Welcome to lecture number 21, semester 6, paper 3, Soul Plate, BSc Physics Main, semester 6, paper 3, Optics, 21st lecture. Topic is Soul Plate part 2. In the last class, we have seen Soul Plate, the first part, some theory, and we say the remaining of the Soul Plate, paper Optics, diffraction chapter, Soul Plate, part 2. So in the last class, we have seen up to expression for intensity. You recollect the figure. If D1, D2, D3, etc. are the displacements at I or O, point object, point source, I image. If D1, D2, D3, etc. are the displacements at I due to the various source, the resultant amplitude at I is given by A is equal to D1 minus D2 plus D3 minus D4 plus D5 minus D6 plus etc. ഇതെടുക്കുന്ന നിങ്ങൾക്കറിയാം. സോൺ പ്ലേറ്റിൽ അൾട്ടർനേറ്റ് സോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് എടുക്കണം, കാരണം അവയെല്ലാം ഡാർക്കാണ്. ഇത് നമ്മൾ ബോക്സ് വരച്ച് കൂട്ടാൻ നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ ബോക്സ് വരക്കണ്ട. A is equal to D1/2 അപ്രോക്സിമേറ്റ് എന്ന് എഴുതിയാൽ മതി. Since alternative zones are blackened in a zone plate, displacement due to D2, D4, D2, D4, D6, etc. are absent. അപ്പോൾ ഇവിടെ നമ്മൾ D1 മൈനസ് D2 പ്ലസ് D3 മൈനസ് D4 എടുക്കുന്നത് ഫേസ് റിവേഴ്സൽ വരുന്നതുകൊണ്ടാണ്. അതായത് λ/2 വെച്ച് പാത്ത് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ആൾട്ടർനേറ്റീവ് ടേംസ് നെഗറ്റീവ് എടുത്തത്. ഇവിടെ നമ്മൾ അതല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലാക്കൻ ചെയ്തിരിക്കുകയാണ് ഓൾട്ടർനേറ്റീവ് സോൺസ്. അപ്പോൾ അതിൽ നിന്ന് ഈ മൈനസ് D2 മൈനസ് D4 എന്നുള്ള സംഖ്യ വരില്ല. അതാണ് പറയുന്നത്. സീൻസ് ഓൾട്ടർനേറ്റീവ് സോൺസ് ആർ ബ്ലാക്കൻഡ് ഇൻ എ സോൺ പ്ലേറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് D2, D4, D6 etc. are absent. Therefore, the resultant amplitude A is equal to only odd numbered terms. A is equal to D1 plus D3 plus D5 plus etc. The corresponding intensity is much higher than that due to D1/2. അപ്പോൾ ഇങ്ങനൊരു ടൈം വന്നാൽ നമുക്കറിയാമല്ലോ, D1 മൈനസ് D2 പ്ലസ് D3 എന്നൊക്കെ പറയുന്നത് D1/2 ആയിട്ട് മാറും. ആ മൈനസ് ടൈം എല്ലാം കളഞ്ഞാൽ വരുന്നത് A is equal to D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് etc. ആണ്. ഇത് D1/2 എത്രയോ വലുതാണ്. The corresponding intensity is much higher than that due to D1/2. That is, out of the wavelengths from the wave front incident on the zone plate AB, a large number reinforced at I, giving rise to maximum illumination at I. In other words, an image of O is formed at I. അപ്പോൾ അതിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടപ്പോഴാണ് നമുക്ക് A is equal to D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് D7 പ്ലസ് etc. കിട്ടിയത്. ഇത് D1/2 വളരെ വലുതാണ്. അതിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓയിൽ വെച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് സോഴ്സിൻ്റെ ഇമേജ് ഐയിൽ നമുക്ക് പോയിൻ്റ് ഇമേജ് ആയിട്ട് കിട്ടും. So image is formed at I. Thus a zone plate acts as a convex lens. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ സംഭവിക്കുന്നത് പോലെ ഓയിലുള്ള പോയിന്റ് സോഴ്സിൻ്റെ അല്ലെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് അതിൽ കിട്ടുകയാണ് ഈ സോൺ പ്ലേറ്റിൽ, ഒരു കോൺവെക്സ് ലെൻസിൽ സംഭവിക്കുന്നത് പോലെ. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസുമായിട്ട് നമുക്ക് സോൺ പ്ലേറ്റ് കമ്പയർ ചെയ്യാം. സോൺ പ്ലേറ്റിൻ്റെ നിർമ്മാണമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വൈറ്റ് പേപ്പറിൽ സർക്കിൾ വരച്ച് ഓൾട്ടർനേറ്റ് ഷെയ്ഡ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന രീതിക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്. എസ്സേ നമ്മൾ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞില്ല. എസ്സേ വാട്ട്സ് സോൺ പ്ലേറ്റ് ഗിവ്സ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഷോർട്ട് ആൻസർ, ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫോക്കൽ ലെങ്ത് ഓഫ് എ സോൺ പ്ലേറ്റ്. 1 മാർക്കാണെങ്കിൽ ഇക്വേഷൻ മാത്രം എഴുതുക, 2 മാർക്കാണെങ്കിൽ പ്രൂഫ് കൂടി പറയാണ്. അപ്പോൾ ആൻസർ is F is equal to Rn² by L lambda. Explain simples. Rn is the radius of the nth zone in the zone plate, a number of the zone, lambda wavelength.
and F is the focal length of the zone plate. Next is an important short answer. It is written there. Compare zone plate and convex lens. ഒരു സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും കമ്പയർ ചെയ്യുക. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ സിമിലാരിറ്റി ഉണ്ട്, ഡിസിമിലാരിറ്റി ഉണ്ട്, റിസംബ്ലൻസ് ഉണ്ട്, ഡിസിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് റിസംബ്ലൻസ് നോക്കാം, സിമിലാരിറ്റി നോക്കാം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ സോൺ പ്ലേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ കോൺവെക്സ് ലെൻസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. റിസംബ്ലൻസ് ആണ് ആദ്യം പറയുന്നത്, അതിൻ്റെ സാമ്യം, അതിൻ്റെ പിന്നെ സിമിലാരിറ്റിയാണ് ആദ്യം പറയുന്നത്, റിസംബ്ലൻസ്. ഫോർ എ സോൺ പ്ലേറ്റ് 1/u + 1/v = L(r)/r². ഇങ്ങനെ സോൺ പ്ലേറ്റിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞതാണ്. ഫോർ എ കോൺവെക്സ് ലെൻസ് ഇത് for a convex lens there is for a convex lens we have the same form of relation. 1/u + 1/v is 1/f. ആ 1/f എന്നുള്ള മിസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് എഴുതിക്കൊള്ളാം. For a convex lens we have the same form of relation. 1/u + 1/v = 1/f. ഈക്വൽ ടു 1/f എന്ന് ചേർക്കുക. അവിടെ അത് മിസ് ചെയ്തു. അപ്പോൾ രണ്ടിനകത്തും ഒരേപോലെയുള്ള ഒരു ഫോർമുലയുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട് രണ്ടിനകത്ത്. അപ്പോൾ അതൊരു സിമിലാരിറ്റിയാണ്. ഇനി അടുത്തത് ഫസ്റ്റ് ഉള്ള സോൺ പ്ലേറ്റ് ZPH സോൺ പ്ലേറ്റ്, പിന്നെ കോൺവെക്സ് ലെൻസ് CL. സെക്കൻഡ് പോയിന്റ്, ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ലാംഡ. ഒരു സോൺ പ്ലേറ്റ് ഫോക്കൽ ലെങ്ത് ലാംഡയെ ആശ്രയിക്കും, കാരണം R(n²/L) എന്നൊക്കെ ഒരു ഇക്വേഷൻ ആണല്ലോ. ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ലാംഡ. ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത്. ഒരു കോൺവെക്സ് ലെൻസിലും ഫോക്കൽ ലെങ്ത് വേവ് ലെങ്തിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം കോൺവെക്സ് ലെൻസ് വയലറ്റ് റേസിന് വേവ് ലെങ്ത് കുറവാണ്, അതിനെ ഒരു ഷോർട്ട് ഫോക്കസിലാണ്, അടുത്തുള്ള ഫോക്കസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റെഡ് റേസിന് ഫോക്കൽ ലെങ്ത് വലുതായിരിക്കും, അകലെയായിരിക്കും. നമ്പർ 3, ഷോസ് ക്രോമാറ്റിക് അബറേഷൻ. ഒരു സോൺ പ്ലേറ്റ് ക്രോമാറ്റിക് അബറേഷൻ കാണിക്കും, അത് ഇമേജ് കളേർഡ് ആകുന്നതാണ് ക്രോമാറ്റിക് അബറേഷൻ. നമുക്കൊരു പോയിന്റ് വൈറ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കളേർഡ് ഇമേജ് കിട്ടും, അതിനെ നമ്മൾ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയാം. ഇവിടെ കോൺവെക്സ് ലെൻസ് ഓൾസോ ഷോസ് ക്രോമാറ്റിക് അബറേഷൻ. പിന്നെ നാലാമത്തെ, ഫോംസ് റിയൽ ഇമേജ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി സോൺ പ്ലേറ്റ്. സോൺ പ്ലേറ്റിൻ്റെ എതിർ സൈഡിലാണ്, അപ്പോൾ ഓബ്ജക്റ്റ് ഇരിക്കുന്ന എതിർ സൈഡിലാണ് നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നത്. കോൺവെക്സ് ലെൻസിൽ അങ്ങനെ തന്നെ ഫോംസ് റിയൽ ഇമേജ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ റിയൽ ഇമേജ് സോൺ പ്ലേറ്റ് ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും ഓബ്ജക്റ്റ് ഇരിക്കുന്ന വശത്തല്ല, മറിച്ച് മറ്റേ സൈഡിലാണ് കിട്ടുന്നത്. ഇനി പറയുന്നതാണ് അതിൻ്റെ ഡിസിമിലാരിറ്റീസ്, വ്യത്യാസങ്ങൾ. നമ്പർ 1, ദ സോൺ പ്ലേറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഫോസി ആൻഡ് പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ ഇമേജസ്. ഫോർ എ കോൺവെക്സ് ലെൻസ് ദർ ഈസ് സിംഗിൾ ഫോക്കസ് ആൻഡ് സിംഗിൾ ബ്രൈറ്റ് ഇമേജ്. ഈ സോൺ പ്ലേറ്റിൻ്റെ ഒരു പ്രത്യേകത ഓയിൽ, ഞാൻ പറഞ്ഞു ഓയിൽ പോയിന്റ് സോഴ്സ് വെച്ചാൽ നമുക്ക് ഐയിൽ പോയിന്റ് ഇമേജ് കിട്ടുന്നുണ്ട്, ഒരു ബ്രൈറ്റ് ഇമേജ്. ഐയിൽ മാത്രമല്ല, പിന്നെ അങ്ങോട്ട് മാറി I1, I2, I3 എന്ന് പറയുന്ന വേറെ ഇമേജ് കിട്ടും, കുറച്ചുകൂടി ഈ ഇൻറ്റൻസിറ്റി കുറവുള്ള ഇമേജ്. അതിൽ ഒരു പോയിന്റ് ബ്രൈറ്റ് ഇമേജ് കിട്ടിയാൽ അതിൽ നിന്ന് മാറി മറ്റു ദൂരങ്ങളിൽ നമുക്ക് വേറെ I1, I2 പോലെയുള്ള പുതിയ ഇമേജുകൾ കിട്ടും, ലെസ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സോൺ പ്ലേറ്റ് മൾട്ടിപ്പിൾ ഇമേജ് കാണിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോക്കസ് ഉണ്ടായാലും ഫോസി ഉണ്ട്. പക്ഷെ കോൺവെക്സ് ലെൻസ് അങ്ങനെയൊന്നുമില്ല. കോൺവെക്സ് ലെൻസിന് ഒറ്റ ഫോക്കസ് മാത്രം, ഒറ്റ ഇമേജ് മാത്രം. അതൊരു ഡിസിമിലാരിറ്റിയാണ്. നമ്പർ 2, ഫോർ എ സോൺ പ്ലേറ്റ് ഫോക്കൽ ലെങ്ത് F > FR. സോൺ പ്ലേറ്റിന് വയലറ്റിൻ്റെ ഫോക്കൽ ലെങ്ത് റെഡിൻ്റെ കൂടുതലാണ്. കാരണം എന്താണ്? F is R(n²/L) ആണ്. Lambda for violet is small, therefore F is large. F greater than FR. But for convex lens, F less than FR. നേരെ മറിച്ചാണ്, വയലറ്റിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. വയലറ്റാണ് അടുത്ത് ഫോക്കസ് ചെയ്യുന്നത്.
നമ്പർ 3, ഇമേജ് ഈസ് ലെസ് ഇൻറ്റൻസ്. സോൺ പ്ലേറ്റിൽ ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി തെളിച്ച കുറവുണ്ട്. ബട്ട് ഇമേജ് ഈസ് മോർ ഇൻറ്റൻസ് ഇൻ എ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇതാണ് ആ ഒരു കോൺവെക്സ് ലെൻസിൻ്റെയും ഒരു സോൺ പ്ലേറ്റിൻ്റെയും ഒരു കമ്പാരിസൺ. ഇനി വേറൊരു സോൺ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് സോൺ പ്ലേറ്റ് വിച്ച് ഇസ് കോൾഡ് ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ്. സോൺ പ്ലേറ്റിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ്. ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ് അതെന്താണെന്ന് നോക്കുക. ലോഡ് റാലെ, സ്പെല്ലിംഗ് നോക്കണം, LORD റാലെ, RAYLEGH. Lord Raleigh suggested that instead of blackening alternate zones and intercepting light, if the light were passed through the source, but with a reversal of phase by an amount pi, the displacement at I due to object O will be A is equal to D1 plus D2 plus D3 plus etc. And the corresponding intensity is 4 times. Corresponding intensity is ആകട്ടെ, ഇൻറ്റൻസിറ്റി അല്ല, corresponding intensity is 4 times. ആ പറഞ്ഞ അർത്ഥം അറിയാമോ? നമുക്ക് സോൺ പ്ലേറ്റിൽ ഓൾട്ടർനേറ്റ് സോൺസ് ബ്ലാക്കൻ ചെയ്തത് കൊണ്ടാണ് I is equal D1 plus D3 plus D5 എന്നിങ്ങനെ ഒരു വലിയ സംഖ്യ കിട്ടിയത്. കാരണം ബ്ലാക്കൻ ചെയ്യുമ്പോൾ -D2 -D4 -DX എല്ലാം അപ്രത്യക്ഷമാകും. എന്നാൽ ഇവിടെ ലോഡ് റാലെ പ്രപ്പോസ് ഒരു കാര്യമുണ്ട്. ആൾട്ടർനേറ്റീവ് സോൺസ് ബ്ലാക്കൻ ചെയ്യണ്ട. ആൾട്ടർനേറ്റീവ് സോൺസ് ബ്ലാക്കൻ ചെയ്ത് -D2 -D4 -DX ക്യാൻസൽ ചെയ്യണ്ട. പകരം അവിടെ എന്തെങ്കിലും മാർഗത്തിലൂടെ ആ -D2 -D4 പോലെയുള്ള അതിൻ്റെ വാല്യൂ പ്ലസ് ആക്കി എടുത്താൽ പോലെ ചോദിക്കും. അതിന് ഫേസ് കൊണ്ട് മാറ്റിയാൽ മതി. അവിടെയുള്ള ഫേസ് ഒരു ഡിഫറൻസ്, ഒരു അഡീഷണൽ ആയിട്ട് ഒരു പൈ ചേർക്കുക, അല്ലെങ്കിൽ ഒരു പാത്ത് ലാംഡ/2 എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക. ബ്ലാക്കൻ ചെയ്യുന്ന സോണുകളെ ബ്ലാക്കൻ ചെയ്യാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു പാത്ത് ലാംഡ/2 ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് -D2 -D4 പോലെയുള്ള സംഖ്യകളും പ്ലസ് ആക്കാം. അത്തരം കേസിൽ ഇൻറ്റൻസിറ്റി വളരെ വളരെ കൂടും, 4 മടങ്ങാകും. കാരണം ഇൻറ്റൻസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിളായാൽ ഇൻറ്റൻസിറ്റി 4 times സ്ക്വയർ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു ഐഡിയ ആണ് ലോഡ് റാലെ പറയുന്നത്. അത് പ്രാവർത്തികമാക്കുന്നത് പ്രൊഫസർ വുഡാണ്. പ്രൊഫസർ R.W. വുഡ് constructed a phase reversal zone plate by making zones with film of gelatin on glass. Gelatin on glass, the thickness of the film was such as to retard the wave passing through the alternate zones by half a wavelength, which is equal to phase of pi. അപ്പോൾ റാലെ പറഞ്ഞ ആശയം പ്രാവർത്തികമാക്കിയത് പ്രൊഫസർ വുഡാണ്. അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവൂ? ആ ബ്ലാക്കൻ ചെയ്യുന്ന സോണുകളിൽ ജെലാറ്റിൻ പുരട്ടും, ഒരു പ്രത്യേക തിക്നെസ്സിൽ പുരട്ടും. അങ്ങനെ പുരട്ടുമ്പോൾ അഡീഷണൽ ആയിട്ട് പാത്ത് ചേഞ്ച് ലാംഡ/2 ഉണ്ടാകും, റിട്ടാർഡ് ചെയ്യും, അല്ലെങ്കിൽ പൈ ഫേസ് റിട്ടാർഡ് ചെയ്യും, അങ്ങനെ ഉണ്ടാക്കും. പ്രൊഫസർ വുഡ് യൂസ്ഡ് എ ഫേസ് റിവേഴ്സ്. ഇങ്ങനെ ഫേസ് മാറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ്. പ്രൊഫസർ വുഡ് യൂസ്ഡ്, വുഡാണ് കേട്ടോ, പേരൊന്നും മാറിപ്പോരുത്, പരിശോധന ചെയ്യുന്ന പ്രൊഫസർ മെറ്റൽ എന്നൊന്നും എഴുതരുത്. Professor Wood used a phase reversal zone plate as a telescope objective and observed the craters in the moon.
A camera with a sound plate, with a face reverser sound plate. A camera with a sound plate gives good results in landscape photography. അപ്പോൾ പ്രൊഫസർ വുഡാണ് ഈ റാലെയുടെ ഐഡിയ പ്രാവർത്തികമാക്കുന്നത്. അതിന് അദ്ദേഹം ആ സോണുകൾ അൾട്ടർനേറ്റഡ് ഈ ബ്ലാക്കൻ ചെയ്യാതെ അവിടെ ജെലാറ്റിൻ പുരട്ടി ഫേസ് പൈ ഫേസ് റിട്ടാർഡേഷൻ പൈ ഉണ്ടാക്കും. അങ്ങനെ ഈ -D2, -D4, -D6 പോലെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകൾ അതെല്ലാം പോസിറ്റീവ് ആക്കി എടുക്കും. അങ്ങനെ ഇൻറ്റൻസിറ്റി 4 times ആകും. അപ്പോൾ നല്ല തെളിച്ചമുള്ള ചിത്രം കിട്ടും. ഇത്തരം ഫേസ് റിവേഴ്സ് സോൺ പ്ലേറ്റ് വെച്ചിട്ട് അദ്ദേഹം പ്രൊഫസർ വുഡ് മൂണിലെ ക്രേറ്റേഴ്സ്, ചന്ദ്രനിലെ ക്രേറ്റേഴ്സ്, അവിടെ ചന്ദ്രനിൽ കുറേ അഗ്നിപർവ്വത മുഖങ്ങളുണ്ട്, ക്രേറ്റേഴ്സ് ഉണ്ട്, അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് എടുക്കും. മാത്രമല്ല ഒരു കോൺവെക്സ് ലെൻസിന് പകരം ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത സോൺ പ്ലേറ്റ് കൊണ്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നന്നായിട്ട് നടത്താൻ പറ്റും. അതായത് ഈ ഉൾനാടൻ ദൃശ്യം അറിയാം, ലാൻഡ്സ്കേപ്പ് പ്രകൃതി ദൃശ്യം എന്ന് പറയും. ഈ ഉൾനാടൻ പ്രകൃതി ദൃശ്യത്തിൻ്റെ പടം കൃത്യമായിട്ടെടുക്കാൻ, ഭംഗിയായിട്ടെടുക്കാൻ ഒരു കോൺവെക്സ് ലെൻസിനേക്കാൾ മികച്ചതാണ് ഈ ഫേസ് റിവേഴ്സ് സോൺ പ്ലേറ്റ്. ലാൻഡ്സ്കേപ്പ് കേട്ടില്ലേ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് ചിലരുടെ ഹോബിയാണ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി. അതിന് കോൺവെക്സ് ലെൻസ് ഫിറ്റ് ചെയ്ത ക്യാമറയേക്കാൾ മെച്ചം ഈ ഫേസ് റിവേഴ്സർ സോൺ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത ക്യാമറയാണ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി, പ്രകൃതി ദൃശ്യം. അറിയാമല്ലോ, കേരള ഈസ് ഫുൾ ഓഫ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ലാഗൂൺസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇംഗ്ലീഷൊക്കെ പറയാറുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ്സ്കേപ്പിൻ്റെയൊക്കെ പ്രകൃതി ദൃശ്യത്തിൻ്റെ നാടാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരം ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത ക്യാമറ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ്. ക്വസ്റ്റ്യൻ കേട്ടോ, ക്വസ്റ്റ്യൻ അതിന് ഉത്തരമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, അടുത്തൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇവിടെ. എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ ഫോഴ്സ് ഓഫ് സോൺ പ്ലേറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് സോൺ പ്ലേറ്റിൽ ഒരു ഇമേജ് ഐ മാത്രമല്ല, അതിൻ്റെ തൊട്ടുമുമ്പിലായിട്ട് വേറെയും ചില ഇമേജുകൾ ഉണ്ടാകും. I1 I2 എന്നുള്ള ഇമേജ് ഉണ്ടാകും. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഫോക്കസിംഗ് ആണ് സോൺ പ്ലേറ്റ് നടത്തുന്നത്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ ഫോഴ്സ് ഓഫ് സോൺ പ്ലേറ്റ്. സോൺ പ്ലേറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോക്കസ്, അതിനെപ്പറ്റി ഒന്ന് പറയാൻ. മൾട്ടിപ്പിൾ ഫോഴ്സ് ഓഫ് സോൺ പ്ലേറ്റ്. വി ഹാവ് ദ റിലേഷൻ FN is R² എല്ലാം ഇവിടെ ഫോർ എ സോൺ പ്ലേറ്റ്. എ നമ്പർ ഓഫ് സോൺസ് ആണ്. ദാറ്റ് ഇസ് FN പ്രപ്പോർഷൻ 1/n. FN എന്ന് പറയുന്നത് 1/n പ്രപ്പോർഷനാണ്. ഫോർ ഡിഫറെൻറ്റ് half period zones, the value of FN is different. This shows that zone plate has multiple forces. The focal length is given by F1, first focal length R² L lambda. This gives the remotest image, brightest image. The second focal length F2 is equal to R² by 3n lambda. This gives second brightest image. Similarly, third focal length F3 is equal to R² by 5n lambda. Next image. Similarly, F4 Fn is equal to R² by n lambda. Fn ആണത്. അപ്പോൾ നമ്മൾ F3 വരെ എഴുതി. ഈ പറഞ്ഞ അർത്ഥം അറിയാവോ? നമ്മൾ പഠിച്ചത് FN is R² by n lambda ആണ്. അപ്പോൾ ഒരു സോൺ പ്ലേറ്റിൻ്റെ പുറത്ത് നമ്മൾ n സോൺസ് മാർക്ക് ചെയ്താൽ അതിൻ്റെ ഫോക്കൽ ഇക്വേഷൻ F ആണ് R² by n lambda. ഇനി പറയുന്നത് ഈ സോണുകൾ വരയ്ക്കാൻ ആകെ ഒറ്റ വ്യവസ്ഥയുണ്ട്. അതായത് ഓരോ സോണിൻ്റെ റേഡിയസ് അതിൻ്റെ റൂട്ട് നാച്ചുറൽ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. റൂട്ട് നാച്ചുറൽ നമ്പർ K നമ്മൾ എടുത്തത്. K 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഇപ്പോൾ K 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്ത് നമ്മൾ സോൺ പ്ലേറ്റ് നിർമ്മിച്ചത് വിചാരിക്കുക. അതുവരെ K 1 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ സോൺ തന്നെ നമുക്ക് 3 ഭാഗിക്കാം, രണ്ടാമത്തെ സോണിനും ഭാഗിക്കാം. അപ്പോൾ നേരത്തെ ഭാഗിച്ച് വെച്ചിരിക്കുന്ന സോണിനെ റേഡിയസിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരേ സോണിൽ തന്നെ 3 സോൺ വെച്ച് വരയ്ക്കാം. 2 വരച്ചാൽ നമുക്ക് ഇൻറ്റൻസിറ്റി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഒന്നാമത്തെ സോണിനെ 3 സോണായിട്ട് വിചാരിക്കാം, രണ്ടാമത്തെ സോണിനെ അടുത്ത 3 സോണായിട്ട് വിചാരിക്കാം. അങ്ങനെ ഓരോ സോണിനെയും 3 സോൺ വെച്ച് നമുക്ക് വിചാരിക്കാവുന്നതാണ്.
അപ്പം അങ്ങനെ വരുമ്പോൾ ഫോക്കൽ ലെങ്ത് കിട്ടും. ഫോക്കൽ ലെങ്ത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കണ്ടോ, F2 = Rn² / 3λ എന്ന് വരും, 3n λ എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ F2 = Rn² / 2n λ വരില്ലേ? 2λ വരില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ക്യാൻസൽ ചെയ്ത് പോകും ഡാർക്ക് ബ്രൈറ്റുമായിട്ട്. 3n λ ആയിരിക്കണം. ഒരേ സോൺ തന്നെ 3 സോണായി പ്രവർത്തിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫോക്കൽ ലെങ്ത്. ഒരേ സോൺ തന്നെ 5 സോണായിട്ട് പ്രവർത്തിക്കും അടുത്ത ഫോക്കൽ ലെങ്ത്. അങ്ങനെ അനേക ഫോക്കൽ ലെങ്ത് കിട്ടും, അനേക ഇമേജ് കിട്ടും. അതുകൊണ്ട് പറയും സോൺ പ്ലേറ്റിന് മൾട്ടിപ്പിൾ ഫോഴ്സ് ഉണ്ടെന്ന് പറയും, മൾട്ടിപ്പിൾ ഫോക്കസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇനി നമ്മളിവിടെ 2 പ്രോബ്ലം കൂടി ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യേണ്ട ഇക്വേഷനാണ് F = F for Fn Rn² വലിയ ലാംഡ, Rn² √Fn λ, പിന്നെ 1/u + 1/v = 1/f എന്നുള്ളത് ഇക്വേഷൻ കോൺവെക്സിനും സോൺ പ്ലേറ്റിനും സെയിം ആണ്. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റേഡിയസ് ഫസ്റ്റ് സോൺ ഓഫ് ദി സോൺ പ്ലേറ്റ് ഓഫ് പ്രൈമറി ഫോക്കൽ ലെങ്ത് 20 cm ഫോർ മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ് ലെങ്ത് 500 നാനോമീറ്റർ. ഫോക്കൽ ലെങ്ത് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് സോണിൻ്റെ. പ്രോബ്ലം ഈസ് സിമ്പിൾ. ഫസ്റ്റ് സോണാണ്. അപ്പോൾ N1 എന്ന് പറയും. Fn = Rn² / λ. അപ്പോൾ N1 λ 500 നാനോമീറ്റർ, അതിനെ മീറ്ററാക്കി. F 20 cm 0.2 മീറ്റർ. Rn² is Fn λ. Rn is √Fn λ. That is Rn is √F 0.2 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കിയതാണ്. × 1 N1 × 500 × 10⁻⁹ is equal to 3.16 × 10⁻⁴ meter. That is the answer. That is the first zone. അടുത്ത question. Find the radius of the first 3 transparent zones of a zone plate whose first focal length is 1 meter for a wavelength of 6000 angstrom. ഇവിടെ നമുക്ക് ആദ്യത്തെ 3 ട്രാൻസ്പെറൻറ്റ് സോൺസിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. Rn is √Fn λ. The data is written here. F is 1 meter, λ 6000 angstrom. It is converted into meter by multiplying it by 10⁻⁻10 for first zone. N is equal to 1. That is Rn1. √1 × 6000 × 10⁻10 is equal to 7.74 × 10⁻⁴. For second zone, N is equal to 3. For second focal length, N is 3. Not N is 2. Therefore, Rn2 is √F × 3 × λ. 3 is put there. We get 13.4 × 10⁻⁴ meter. For third focal length, the corresponding radius Rn3 √F × 5 × λ. 1357 എടുക്കാം, 57 എടുക്കാനുണ്ട്. That is equal to √1 × 5 × 6000 × 10⁻10. That is equal to 17.31 × 10⁻⁴ meter. അങ്ങനെ പോകും. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിലാണ്. യു ക്യാൻ റീഡ് ഇറ്റ്. ഈ പ്രോബ്ലം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. ദ ഡയമീറ്റർ ഓഫ് ദി സെൻട്രൽ സോൺ ഓഫ് ദി സോൺ പ്ലേറ്റ് ഈസ് 2.55 millimeter. If a point source of light of wavelength 589 nanometer is at a distance of 6 meter from it, calculate the position of the image. The diameter of the central zone of a zone plate is 2.5 millimeter. If a point source of light is of wavelength is 589 nanometer is at a distance of 6 meter from it, calculate the position of the first image. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിലാണ്. അപ്പോൾ അത് we can see the next class, and that is all with your 21st lecture on optics. Thank you very much.